ഞായറാഴ്ച വൈകുന്നേരത്തെ യാത്ര നമുക്ക് ശംഖുമുഖം ബീച്ചിലേക്കാക്കിയാലോ? ഹായ് ഫ്രണ്ട്സ്, ട്രയംഫ് അച്ചീവേഴ്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് ശംഖുമുഖം ബീച്ചും അതിൻ്റെ പരിസരവും ഒക്കെയാണ് നിങ്ങളുടെ മുമ്പിലേക്ക് ഷെയർ ചെയ്യാനായിട്ട് ആഗ്രഹിച്ചെത്തിയിരിക്കുന്നത്. നമുക്ക് കൂടുതൽ കാഴ്ചകളിലേക്ക് പോകാം നമ്മുടെ വീഡിയോയിലേക്ക്. വീട്ടിൽ നിന്ന് ഏതാണ്ട് 5:30 മണിയോടുകൂടി യാത്ര തിരിച്ചു. വൈകുന്നേരം 6-6:15 ആയപ്പോഴത്തേക്കും ട്രാഫിക്കൊക്കെ കുറവായിരുന്നത് കാരണം ഞങ്ങൾ ശംഖുമുഖം ബീച്ചിലേക്ക് എത്തി. നേരെ വന്നിറങ്ങുമ്പോൾ ആദ്യം നമ്മുടെ കണ്ണിലുടക്കുന്നത് അവിടെ നിർത്തിയിരിക്കുന്ന ഇന്ത്യൻ എയർഫോഴ്സിൻ്റെ ഒരു ഹെലികോപ്റ്ററാണ് ആദ്യമായി നമ്മുടെ കാഴ്ചയിൽ എത്തുന്നത്. അപ്പോൾ ഇതിനെ കൂടുതലായി അടുത്തറിയുന്നതിനായിട്ട് ഞാൻ അതിൻ്റെ അടുത്തേക്ക് നീങ്ങുകയാണ്. ആകാശങ്ങളിൽ മാത്രം ഉയർന്ന് പറക്കുന്നത് കണ്ടിട്ടുള്ള ഈ ഹെലികോപ്റ്റർ കുട്ടനെ അടുത്ത് ചെന്നൊന്ന് കാണുന്നതിനായിട്ട് ഞാനിങ്ങനെ മുന്നോട്ട് പോയി. ഭാരതീയ വായുസേന അഥവാ ഇന്ത്യൻ എയർഫോഴ്സ് ഉപയോഗിച്ചിരുന്ന ഒരു MI-8 എന്ന നാമത്തിലുള്ള ഹെലികോപ്റ്ററാണ് ഇവിടെ ഈ കാണുന്നത്. തൊട്ടടുത്തായി കാനായി കുഞ്ഞിരാമൻ എന്ന് പറയുന്ന അനുഗ്രഹീതനായ ശില്പി നിർമ്മിച്ച മത്സ്യകന്യകയും നിങ്ങൾക്ക് കാണുന്നതിന് സാധിക്കും. അപ്പോൾ ഞാൻ ഈ ഹെലികോപ്റ്ററിനെ പറ്റി നിങ്ങളുടെ മുമ്പിൽ കുറച്ച് കാര്യങ്ങൾ പറയാനായിട്ട് ആഗ്രഹിക്കുകയാണ്. അപ്പോൾ ഇതിന് ഫീസ് ഒന്നുമില്ല കേട്ടോ. ഈ ശംഖുമുഖത്ത് ഫ്രീ ആയിട്ടാണ് നമുക്ക് ഈ ഹെലികോപ്റ്ററിനെ കാണാൻ സാധിക്കുന്നത്. ഹെലികോപ്റ്റർ കാണുക മാത്രമല്ല, ഇവിടെ നിന്ന് നമുക്ക് അതിന്റെ കൂടെ നിന്നുള്ള സെൽഫി എടുക്കാനൊക്കെ സാധിക്കുന്നതാണ്. ടൂറിസം വകുപ്പ് മുൻകൈയെടുത്ത് ഇതിനായി ഒരു പ്ലാറ്റ്ഫോം തയ്യാറാക്കി. ശംഖുമുഖം മത്സ്യകന്യകയുടെ ശില്പമാണ് നിങ്ങൾ തൊട്ടടുത്തായിട്ട് കാണുന്നത്. അപ്പോൾ അതിനടുത്തായിട്ടാണ് ഈ ഹെലികോപ്റ്ററിനുള്ള പ്ലാറ്റ്ഫോം നിർമ്മിച്ചിരിക്കുന്നത്. ഇന്ത്യൻ വ്യോമസേനയുടെ ഭാഗമായിരുന്ന റഷ്യൻ നിർമ്മിത MI-8 ഹെലികോപ്റ്ററാണ് ശംഖുമുഖത്ത് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇവിടെ എത്തുന്ന ആർക്കും ഹെലികോപ്റ്റർ കാണുകയും ചെയ്യാം. ഇതിനായി പ്രത്യേക ഫീസ് ഒന്നും ഈടാക്കുന്നില്ല. എന്നാൽ കുട്ടികൾ ഹെലികോപ്റ്ററിന്റെ മുകളിലേക്ക് കയറാതെ കൂടെ വരുന്ന രക്ഷകർത്താക്കൾ നോക്കിക്കൊള്ളണം. സമൂഹത്തിൽ ഇന്ത്യൻ സേനയുടെ ശക്തി പരിചയപ്പെടുത്തുക എന്ന ലക്ഷ്യം കൂടിയുണ്ട് ഈ പ്രദർശനത്തിന്. മത്സ്യകന്യകയുടെ അടുത്തുകൂടി യാത്ര ചെയ്ത് നേരെ ബീച്ചിലേക്കാണ് ഞാൻ പോകുന്നത്. ഞായറാഴ്ച വൈകുന്നേരം ആയതിനാൽ തന്നെ ധാരാളം ആൾക്കാർ ഇവിടെ സമയം ചെലവഴിക്കുന്നതിനായി എത്തുന്നുണ്ട്. ഞായറാഴ്ച മാത്രമല്ല, വൈകുന്നേരം പതിവ് കാഴ്ച തന്നെയാണ് ഇവിടെ. അപ്പോൾ ഞാൻ ശംഖുമുഖം ബീച്ചിനെ പറ്റി നിങ്ങളുടെ മുമ്പിൽ കുറച്ച് കാര്യങ്ങൾ അവതരിപ്പിക്കാനായി പോവുകയാണ്, അല്ലെങ്കിൽ പറഞ്ഞു തരാനായി പോവുകയാണ്. തിരുവനന്തപുരം അന്താരാഷ്ട്ര വിമാനത്താവളത്തിനു സമീപം സ്ഥിതി ചെയ്യുന്ന ഒരു കടൽ തീരമാണ് ശംഖുമുഖം. മത്സ്യകന്യക, കുട്ടികൾക്കുള്ള ട്രാഫിക് പാർക്ക് എന്നിവയാണ് പ്രധാന ആകർഷണങ്ങൾ. പുരാതന കേരളത്തിലെ പ്രധാനപ്പെട്ട 108 ദുർഗാക്ഷേത്രങ്ങളിൽ ഒന്നായ ശംഖുമുഖം ദേവീക്ഷേത്രവും ഇവിടെ സ്ഥിതി ചെയ്യുന്നു. നഗരത്തിന്റെ തിരക്കുകളിൽ നിന്ന് ഒഴിഞ്ഞ് ശാന്തമായ കടൽ തീരവും വെളുത്ത മണൽത്തരികളും ഉള്ള ഇവിടം വിനോദസഞ്ചാരികളുടെയും സായാഹ്ന സവാരിക്കാരുടെയും ഒരു പ്രധാന ആകർഷണ കേന്ദ്രമാണ്. വളരെ വൃത്തിയുള്ളതാണ് ഈ കടൽ തീരം. പ്രശസ്ത ശില്പിയായ കാനായി കുഞ്ഞിരാമൻ നിർമ്മിച്ച ജലകന്യക എന്ന ശില്പം ഇവിടെയാണ് സ്ഥാപിച്ചിരിക്കുന്നത്. അപ്പോൾ ഞാനിങ്ങനെ നടന്ന് ബീച്ചിന്റെ
അടുത്തോട്ട് ഇങ്ങനെ പോവുകയാണ്. സൂര്യനിത അസ്തമിച്ചു തുടങ്ങുകയാണ്. നല്ല മഴക്കോള് കൂടി ഉള്ള ദിവസമാണ് കേട്ടോ. കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരുപോലെ അടിച്ചു പൊളിക്കാൻ പാകത്തിന് ഒരുപാട് സംഭവങ്ങൾ ശംഖുമുഖം ബീച്ചിന്റെ പാർക്കും പരിസരത്തുമായിട്ട് ഒരുക്കിയിട്ടുണ്ട്. കുഞ്ഞു കുഞ്ഞു ധാരാളം കടകൾ ആവശ്യത്തിന് ചായ കുടിക്കുന്നതിനും പോപ്കോൺ വാങ്ങുന്നതിനും ഒക്കെ തയ്യാറാക്കി ഇവിടെ വെച്ചിട്ടുണ്ട് കേട്ടോ. ഒരുപാട് കാഴ്ചകൾ ഈ മഴക്കാലത്തും വേറിട്ട് നിൽക്കുന്ന രീതിയിൽ തന്നെ ഇവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നു. കുട്ടികൾക്ക് നല്ല രീതിയിൽ തന്നെ ഈ പാർക്കിൽ വന്ന് കളിച്ച് രസിച്ച് പോകുവാൻ പാകത്തിൽ ഒരുപാട് കാര്യങ്ങൾ ഇവിടെ ഒരുക്കി വെച്ചിട്ടുള്ളതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നു. വൈകുന്നേര സമയങ്ങളിൽ ഒരുപാട് തിരക്കേറിയ സ്ഥലമാണിത്. നമുക്ക് വിശ്രമിക്കാനായിട്ട് ഒരുപാട് സ്ഥലങ്ങൾ ഇവിടെ ഒരുക്കിയിട്ടിട്ടുണ്ടെങ്കിലും തിരക്കിൻ്റെ കാര്യത്തിൽ പ്രത്യേകിച്ച് എതിരഭിപ്രായമൊന്നുമില്ല. ഒരുപാട് ആൾക്കാർ ഇവിടെ നിന്നും വേറെ ജില്ലകളിൽ നിന്നും സംസ്ഥാനങ്ങളിൽ നിന്നുമൊക്കെ ആൾക്കാർ ഈ ശംഖുമുഖം ബീച്ചും അതിൻ്റെ ചേർന്നുള്ള കൽമണ്ഡപങ്ങളൊക്കെ കാണുന്നതിനായിട്ടൊക്കെ എത്തുന്നുണ്ട് കേട്ടോ. മത്സ്യബന്ധനത്തിനായിട്ട് ഉപയോഗിക്കുന്ന കുറച്ച് ബോട്ടുകളാണ് ഇവിടെ ഒതുക്കിയിട്ടേക്കുന്നത്. അങ്ങനെ നടന്നതാ ബീച്ചിൻ്റെ സൈഡിലേക്ക് എത്തിയിട്ടുണ്ട്. മഴ പെയ്തു കഴിഞ്ഞാൽ ഇവിടെ കടലിന് ശക്തി വളരെ കൂടുതലാണ്. തിര ഏത് നിമിഷവും വലിയ രീതിയിൽ അടിച്ച് കരയിലേക്ക് കയറാം. അതുകൊണ്ട് ആൾക്കാരെ ഒന്നും കടലിലേക്ക് ഇറക്കുന്നില്ല. കയറൊക്കെ കെട്ടി വളരെ ഭദ്രമായ രീതിയിൽ തന്നെ സുരക്ഷ ഒരുക്കിയിട്ടുണ്ട്. കടലിലെ കാഴ്ചയൊക്കെ കുറച്ചു നേരം ആസ്വദിച്ച് നിന്നതിനു ശേഷം തിരിച്ച് വ്യാപാരം നടക്കുന്ന സ്ഥലത്തേക്ക് ഇങ്ങനെ തിരിച്ച് കയറി വന്നപ്പോൾ കണ്ട കാഴ്ചകളാണിത്. രാത്രിയായി കഴിഞ്ഞാൽ ഒരുപാട് പ്രകാശം പരത്തുന്ന നൈറ്റ് ലാമ്പുകളും ചെറിയ ചെറിയ കടകളുടെ ആ വെളിച്ചത്തിൻ്റെ ഭംഗിയൊക്കെ അത് പ്രത്യേക രീതി തന്നെയാണ് ഇവിടെ നമുക്ക് കാണുവാൻ സാധിക്കുന്നത്.
അപ്പോൾ ടൂറിസ്റ്റുകളെ ആകർഷിക്കുന്ന രീതിയിലുള്ള ഏതൊരു ബീച്ചിനെ നോക്കിക്കഴിഞ്ഞാലും അവിടെ നമുക്ക് സവാരി നടത്തുന്നതിനായിട്ടുള്ള കുതിരകളെയും കാണാനായിട്ട് സാധിക്കും. കുതിരപ്പുറത്ത് കയറിയില്ല, ഞാൻ വെറുതെ ഇതിൻ്റെ അടുത്തൊന്ന് ചെന്ന് നിന്ന് നോക്കി. അപ്പോൾ 2 കുതിരക്കുട്ടന്മാർ ഇങ്ങനെ നിൽക്കുകയാണ്. യാത്രക്കാരെ ആരെയും കാണുന്നില്ലല്ലോ. മഴക്കാലമായതിനാൽ തന്നെ കുതിര സവാരിക്കൊന്നും ആരെയും കാണുന്നില്ല. കുതിരകളിങ്ങനെ തങ്ങളുടെ ചുമലിലേറി യാത്ര ചെയ്യുന്നതിനായിട്ട് ആരെങ്കിലും എത്തുമോ എന്നുള്ള പ്രതീക്ഷയിൽ അങ്ങനെ നിൽക്കുകയാണ്. ഐസ്ക്രീം കച്ചവടമൊക്കെ തകൃതിയായി നടക്കുന്നുണ്ട്. തണുപ്പ് പ്രശ്നമായതുകൊണ്ട് തണുപ്പ് കാരണം തൊണ്ടയ്ക്ക് പണി കൊടുക്കണ്ട എന്ന് വെച്ച് ഐസ്ക്രീം ഒന്നും കുടിക്കാൻ നിന്നില്ല. നേരത്തെ നിങ്ങൾ കണ്ട ട്രെയിനാണിത്. നേരെ വിരട്ടിയപ്പോൾ അതിൻ്റെ ഭംഗി കണ്ടോ? അതിൽ ഉപയോഗിച്ചിരിക്കുന്ന ആ വെളിച്ച സംവിധാനമൊക്കെ ഏവരെയും വളരെ പെട്ടെന്ന് തന്നെ ആകർഷണം ഒരുക്കുന്ന രീതിയിലാണ് അതിൻ്റെ വെളിച്ചത്തിൻ്റെ സജ്ജീകരണമൊക്കെ. അങ്ങനെ നടന്നു വന്നിട്ട് തണുപ്പ് ഒന്നും കഴിക്കാത്തത് കാരണം ഓരോ ചായ കുടിച്ചാലോ എന്ന് ആഗ്രഹിച്ച് ചായക്കടയിലേക്ക് എത്തി. ഇഷ്ടംപോലെ വടകളൊക്കെ ഉണ്ട്. അപ്പോൾ അതിനകത്ത് നിന്നും കുറച്ച് കോളിഫ്ലവർ ഫ്രൈ ഒക്കെ എടുത്ത് ഒന്ന് കഴിച്ചു നോക്കി. വന്ന വഴിയിലേക്ക് നോക്കിയപ്പോൾ ഒരു കാറ്റാടിക്കുട്ടൻ ഇരുന്ന് ഇങ്ങനെ കറങ്ങുകയാണ്. അപ്പോൾ അവനെയും ഒന്ന് നമ്മുടെ ക്യാമറ കണ്ണുകളിലേക്ക് പകർത്തി. മഴ പെയ്തത് കൊണ്ടാണ് കേട്ടോ ഇവിടെ ഇങ്ങനെ വെള്ളം കെട്ടി നിൽക്കുന്നത്. കുറച്ച് കഴിയുമ്പോൾ വെള്ളമൊക്കെ പോവും. എന്നാൽ പിന്നെ ഓരോ മസാല ദോശയും കൂടി കഴിച്ച് ഇന്നത്തെ യാത്ര അങ്ങ് അവസാനിപ്പിക്കുകയാണ്. ഓക്കെ, ബൈ.